എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് പെരിമെനോപോസൽ സിംറ്റംസ് ഇൻ ലേഡീസ്. അതായത് ഒരു മിഡ് ലൈഫ് ആവുമ്പോഴത്തേക്കും ലേഡീസിലുള്ള ഹോർമോണൽ വ്യതിയാനങ്ങൾ, അതുമൂലമുള്ള പ്രശ്നങ്ങൾ. പലപ്പോഴും പലരും തിരിച്ചറിയാതെ പോകുന്ന ഒരു പ്രശ്നമാണ് ഈ മിഡ് ലൈഫ് ക്രൈസിസ്. അപ്പൊ അതിന്റെ പല സിംറ്റംസ് എന്തൊക്കെയാണ്, അത് പലരെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പൊ അവർ വിചാരിക്കുന്നത് അവരുടെ എന്തെങ്കിലും ഒരു പേഴ്സണൽ ഹെൽത്ത് ഇഷ്യൂസ് ആണ് എന്ന് അവർ തെറ്റിദ്ധരിക്കും. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഇതിനെ ഒരു പരിധിവരെ നമുക്ക് തടയാം. ഞാൻ ഡോക്ടർ അഖില വിനോദ്, വെൽനസ് OP സെന്റർ, യോഗാശ്രം, പാലാരിവട്ടം. ഞാനപ്പോൾ ഒരു കേസ് ഹിസ്റ്ററി നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാനിത് പറയാം. കഴിഞ്ഞ ദിവസം വന്ന ഒരു ഫീമെയിൽ പേഷ്യന്റ് ആണ്. അവരുടെ ഏജ് എന്ന് പറയുന്ന 43 years ആണ്. അവരുടെ ഇഷ്യൂ എന്ന് പറയുന്ന വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് അവർ വന്നത്. അപ്പൊ അവരുടെ വെയിറ്റ് ഗെയിനിങ് വന്നുകൊണ്ടിരിക്കുക. അവർ പറയുന്നതെന്ന് വെച്ചാൽ ഒരു 10 കിലോയോളം കഴിഞ്ഞ വർഷത്തെക്കാളും കഴിഞ്ഞ 2 വർഷമായിട്ട് അവർക്ക് കൂടി. അവർ ജിമ്മിൽ പല എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, ജിമ്മിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും 1 കിലോ പോലും അവർക്ക് റിഡക്ഷൻ വന്നിട്ടില്ല. കൂടാതെ അവർക്ക് അസിഡിറ്റി ഇഷ്യൂസ്, അതായത് അവർക്ക് വയറിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ചോദിച്ചു വന്നപ്പോൾ അവർക്ക് അസിഡിറ്റി ഇഷ്യൂസ് ഉണ്ട്. അത് കൂടാതെ ഞാൻ ചോദിച്ചു അവരുടെ സ്ലീപ്പ് എങ്ങനെയാന്ന് വെച്ചപ്പോൾ ഒരു രാത്രി ഒരു മിഡ് നൈറ്റ് ഒക്കെ ആയിക്കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് ഡിസ്റ്റർബ്ഡ് ആണ്. ആദ്യം കിടന്നുറങ്ങാൻ എളുപ്പമാണ്, പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അവരുടെ മാസമുറയിലുള്ള വ്യത്യാസങ്ങൾ, അതായത് പീരീഡ്സിന്റെ സൈക്കിളിലുള്ള വ്യത്യാസം, അതായത് കറക്റ്റായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഈ കഴിഞ്ഞ 2-3 മാസങ്ങളിലായിട്ട് ഡേറ്റിൽ കുറച്ചുള്ള ഒരു ചേഞ്ച്, പക്ഷെ അത് വലിയ ചേഞ്ച് ഒന്നുമല്ല. ചില മാസങ്ങളിൽ അത് 31 ദിവസം, ചില മാസം അതൊരു 26-28 ദിവസം, അങ്ങനെയുള്ള ചെറിയ ചെറിയ ചേഞ്ചസ്. അത് കൂടാതെ പിന്നെ അവർക്ക് ചെറുതായിട്ട് ഈ ആസിഡിന്റെ പ്രശ്നം വരുമ്പോഴത്തേക്ക് അവർക്ക് തലവേദന, അങ്ങനെ ചില ഇഷ്യൂസ്. കൂടാതെ മുടി കൊഴിച്ചിൽ വളരെ ഇതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ നെറ്റിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് നന്നായിട്ട് അവരുടെ തലയോട്ടി നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അത് കൂടാതെ ഏറ്റവും മെയിനായിട്ട് ആള് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ആങ്കർ ഇഷ്യൂസ്. അവർക്ക് ഭയങ്കരമായിട്ടുള്ള ആങ്കർ, അവരെ കുട്ടികളെ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നു, ഹസ്ബൻഡായിട്ടുള്ള അസ്വാരസ്യങ്ങൾ, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ. ഇതൊക്കെയാണ് അവരുടെ മെയിനായിട്ട് ഒരു സിംറ്റംസ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്നത്. അപ്പോൾ ഒരുവിധം ഈ ഒരു പ്രായത്തിൽ, അതായത് 35 തൊട്ട് 45 വയസ്സ് വരെയുള്ള സ്ത്രീകൾ നമ്മളുടെ അടുത്ത് വരുമ്പോൾ പറയുന്നതിൽ ഏകദേശം എല്ലാ സിംറ്റംസും കോറിലേറ്റ് ചെയ്ത് വരുന്നത് പെരിമെനോപോസൽ ഒരു ഫേസിലേക്കാണ്. അപ്പം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ സ്ത്രീകളിൽ ഒരു 30 വയസ്സ് വരെ ചിലവർക്ക്, അല്ലെങ്കിൽ 30 തൊട്ട് 35 വരെ നമ്മളൊരു ഫേസാണ്. എല്ലാ 5 വർഷവും മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയും. അപ്പം നമ്മളുടെ ഇത്രയും നാള് നമ്മുടെ പ്യൂബേർട്ടി കഴിഞ്ഞു, പ്രഗ്നൻസി കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫേസിലേക്ക് നമ്മൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു മിഡ് ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഒത്തിരി ഹോർമോണൽ ചേഞ്ചസ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നു. ആ സമയത്ത് നമ്മളുടെ ആ ശരീരം അതിനുവേണ്ടി അടുത്ത ഒരു സ്റ്റേജിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും വരും. അപ്പൊ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ കൂടുതലും അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ലൈഫ് സ്റ്റൈലിലുള്ള വരുത്തേണ്ട മാറ്റങ്ങൾ. അതായത് ഇത്രയും നാളും ഞാനത് ചെയ്തു, പക്ഷെ ഇപ്പൊ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് അവർക്ക് ഭയങ്കരമായിട്ട് അവരെ ഡിപ്രഷനിലാക്കുന്നു. അതായത് അവർക്ക് കഴിഞ്ഞ കുറെ ജോലികളായിക്കോട്ടെ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി, എന്തെങ്കിലും എക്സസൈസ് ആയിക്കോട്ടെ, അവർക്ക് പണ്ടത്തെ അത്രയും ആ ഒരു കപ്പാസിറ്റി ഇപ്പോൾ ആ എക്സസൈസ് ചെയ്യാനായിട്ട് അവർക്ക് കിട്ടുന്നില്ല. അതവരെ ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ പണ്ട് അവർ വളരെ ഹാപ്പി ആയിരുന്നു, ഇത്രയും സെൻസിറ്റീവ് അല്ലായിരുന്നു. അവർ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കരച്ചിൽ വരിക, അതുപോലെ തന്നെ പെട്ടെന്ന് കുട്ടികളോട് ദേഷ്യപ്പെടുക. അത് കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ പോയി കഴിയുമ്പോഴത്തേക്കും അവരത് ഓർത്തിരുന്ന് കരയുക. അപ്പൊ അവരുടെ ആങ്കർ ഇഷ്യൂസ് അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എന്ന് അവർക്ക് അന്ന് അത്രയും ഒരു ആങ്സൈറ്റിയോ ടെൻഷനോ ഉണ്ടോ എന്ന് വെച്ചാൽ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഇല്ലതാനും. പിന്നെ വയറിന്റെ പ്രശ്നങ്ങൾ, ചിലവർക്ക് അത് കോൺസ്റ്റിപ്പേഷൻ ആയിട്ട് കാണാറുണ്ട്, ചിലവർക്ക് അത് ആസിഡ് റിഫ്ലക്സ് ആയിട്ട്, അതായത് മുകളിലേക്ക് തേട്ടി വരുന്ന രീതിയിലും വരാറുണ്ട്. വൈറ്റമിൻ D നമ്മൾ ഇവരോട് ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ വളരെ ഡെഫിഷ്യൻ്റ് ആവാറുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട, ആദ്യം നമ്മൾ ഇവരോട് പറഞ്ഞ് കൊടുക്കുന്ന കുറച്ച് ടെസ്റ്റുകൾ എന്ന് പറയുന്ന ഹോർമോണൽ എസ്സേ. അതായത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട നിങ്ങളുടെ പ്രൊജസ്ട്രോണും ഈസ്ട്രജനും പ്രൊലാക്റ്റിനും, ഈ ഹോർമോൺസ് നമ്മൾ അവർക്ക് വേണ്ട, അവരുടെ കേസ് ഹിസ്റ്ററി എടുത്തതിന് ശേഷം നമ്മൾ അവരോട് ഇന്ന ഹോർമോൺസ്, അപ്പം നിങ്ങൾക്കും ഹോർമോണൽ എസ്സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ചെക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് തൈറോയിഡിന്റെ എന്തെങ്കിലും വ്യതിയാനങ്ങളുണ്ടോ, തൈറോയിഡിൻ്റെ ആന്റി TPO ആന്റി TG എന്ന് പറയുന്ന ആന്റിബോഡീസും
കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ചെക്ക് ചെയ്തിട്ട് തൈറോയ്ഡ് ഗ്രന്ഥി പൂർണ്ണമായിട്ടും ഓക്കെ ആണോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്യിപ്പിക്കും. പിന്നെ ഒരു ഇത് പറയുന്നത് വൈറ്റമിൻ ഡി, വൈറ്റമിൻ നമ്മളൊന്ന് ചെക്ക് ചെയ്യിപ്പിക്കും. അപ്പോൾ അവർ പറയും ഞാൻ നേരത്തെ ചെക്ക് ചെയ്തിരുന്നു, അപ്പോൾ അതൊരു 25 ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് അവരങ്ങ് സ്വയം വിശ്വസിക്കുകയാണ്. പക്ഷേ 25 പോരാ. നമ്മൾക്ക് ഈ ഒരു ഫേസിൽ നമുക്കൊന്ന് ഡിഫെൻഡ് ചെയ്ത് മുമ്പോട്ട് പോകണമെങ്കിൽ 70 എങ്കിലും നിങ്ങളിത് എത്തിക്കണം. ഒരു 70-75 ആയി കഴിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായിട്ടും മാനസികമായിട്ടും ഇമ്മ്യൂണിറ്റി വൈസും നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പറയുന്ന ഒരു ഘടകം എന്ന് പറയുന്ന ഫെറിറ്റിനാണ്. ഫെറിറ്റിൻ പല ലേഡീസിലും ഈ പറഞ്ഞ മാസമുറയിലുള്ള ബ്ലീഡിങ് ചിലവർക്ക് അധികമായിരിക്കും, ചിലവർക്ക് അത് വളരെ കുറവായിരിക്കും. ഈ കുറവ് വരുമ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും ഫെറിറ്റിൻ വേഗം പോയി ചെക്ക് ചെയ്യുക, ഹീമോഗ്ലോബിനും ചെക്ക് ചെയ്യുക. ഇത് കാണുമ്പോൾ നിങ്ങളുടെ ആ സ്റ്റോർഡ് അയൺ, അതായത് സ്റ്റോർ ചെയ്തിരിക്കുന്ന അയൺ വിത്ത് ഓക്സിജൻ മോളിക്യൂൾ വളരെ കുറവ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു സിംറ്റംസ് പറയാൻ വിട്ടുപോയി. അതായത് ഇവർ നടന്നു കഴിയുമ്പോൾ ഇവർക്ക് കിതപ്പ് വരിക. ഈ കിതപ്പ് വരുമ്പോൾ അത് മനസ്സിലാക്കണം, ഓക്സിജന്റെ ആ ഒരു എമൗണ്ട് കുറഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഫെറിറ്റിൻ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അത് 10 താഴെയായിരിക്കും. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ, അതായത് മിക്ക ലേഡീസിലും ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് കുറേ സിംറ്റംസ് ഉണ്ട് പറയാനായിട്ട്, പക്ഷേ എല്ലാം ഇങ്ങനെ നിരത്തി വരുവാണെങ്കിൽ ഒരു 10, 15, 20 സിംറ്റംസോളം എല്ലാ ലേഡീസും കംപ്ലൈൻറ്റ് ചെയ്തത് വെച്ച് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ കുറച്ച് ഈ ഒരു അടുത്തിടെ വന്ന എല്ലാ ലേഡീസും പറയുന്നതാണ് നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ, ജോയിന്റ് പെയിൻ. ഇതെല്ലാം ഒരു കാറ്റഗറിയിൽ പെടുത്താം നമുക്ക്. ഈ ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് പറയുകയാണ് പുറത്തിൻ്റെ വേദന. ഇവിടെ ഈ ബാക്കിലായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുക ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നല്ലപോലെ വീർത്ത് നീർക്കെട്ട് ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇൻഫ്ലമേഷൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ വൈറ്റമിൻ എയും പിന്നെ അതുപോലെ തന്നെ കാലിൻ്റെ മസിൽ വേദന, അതുപോലെ തന്നെ രാവിലെ എണീക്കാൻ വയ്യായിക, ഇത് വരുമ്പോൾ നമ്മൾ ഇവരുടെ മഗ്നീഷ്യം ലെവലും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യിപ്പിക്കും. പല വൈറ്റമിൻസിൻ്റെയും ഡെഫിഷ്യൻസി നമ്മൾ മാറ്റിയെടുത്ത് നല്ലപോലെ സപ്ലിമെൻറ്റ്സും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈല് നമ്മളൊന്ന് മാറ്റിപ്പിടിക്കും. അതായത് ഇന്നലെ വരെ ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് മാറ്റേണ്ടിയിരിക്കുന്നു, അത് നമ്മൾ മാറ്റി കൊടുക്കും. കൂടാതെ നല്ലൊരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യണം. അതായത് നിങ്ങളുടെ ആഹാരത്തിൽ ആസിഡ് റിഫ്ലക്സ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഹാരത്തിൽ പ്രോബയോട്ടിക് കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പ്രോബയോട്ടിക് സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ തൈരിലൂടെ, അതായത് തൈരിൽ ലാക്ടോബാസിലസ് ബാക്ടീരിയ ഉണ്ട്, ഇതൊരു പ്രോബയോട്ടിക് ആയിട്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങൾ ഇത് രാവിലെ കഴിക്കുക. രാവിലെ ശരിക്കും പറഞ്ഞാൽ ഒരു പഴങ്കഞ്ഞി കുടിച്ച് നിങ്ങളുടെ വയറൊന്ന് സെറ്റാക്കുക. അത് എല്ലാ ദിവസവും കുടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരാഴ്ചയെങ്കിലും നിങ്ങൾ രാവിലെ പഴങ്കഞ്ഞി കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരമൊക്കെ ഒന്ന് തണുക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലൈഫ് സ്റ്റൈലിൻ്റെ കുറച്ച് വ്യത്യാസങ്ങൾ മാറ്റി കൊടുത്തു. അതായത് ഉറക്കത്തിൻ്റെ സമയം അവരോട് മാറ്റാൻ പറയുന്നു, ഡയറ്റിലുള്ള കുറച്ച് വ്യത്യാസങ്ങൾ പറയുന്നു. അതിനുശേഷം നമ്മൾ യോഗയാണ് അവരോട് ഇത് ചെയ്യണം. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, ഇപ്പം നിങ്ങൾക്ക് യോഗ ഇഷ്ടമല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സ്വിമ്മിങ്ങിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറച്ച് വേർക്കുന്ന ഒരു എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോവുകയോ അങ്ങനെ നിങ്ങളൊരു കറക്റ്റായിട്ടൊരു ഇത് ചെയ്യുക. പക്ഷേ ഈ പോകുന്നതിനൊക്കെ മുമ്പായിട്ട് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ഈ കുറച്ച് ടെസ്റ്റുകൾ ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക അതിൻ്റെ മൂലകാരണം എവിടെയാണ് കിടക്കുന്നത്. അതിനെ റെക്ടിഫൈ ചെയ്തിട്ട് ഈ ഒരു കാര്യങ്ങൾ ചെയ്താലാണ് കാര്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എക്സസൈസിലൂടെയും ഇത് ചെയ്യുക. അതുകൂടാതെ നിങ്ങൾ ഫാസ്റ്റിംഗ് എടുക്കുക. ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങളൊരു ഫാസ്റ്റിംഗ്, ആ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മുഴുവൻ ഇങ്ങനെ വാട്ടർ ഫാസ്റ്റിംഗ് ഒന്നും ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ജ്യൂസ് ഫാസ്റ്റിംഗ് ആക്കാം. അങ്ങനെ നിങ്ങളുടെ ശരീരത്തിനെ ഒന്ന് ശുദ്ധീകരിക്കുക. ഇതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന വേറൊരു നല്ല കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഫാറ്റി ലിവറോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും ഹോർമോണൽ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അതുകൂടാതെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വേർക്കുക എന്നുള്ളത്, ഒരു ദിവസത്തിൽ 1 മണിക്കൂർ നടന്നോ എക്സസൈസ് ചെയ്തോ വേർക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാനസികമായിട്ടുള്ള ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് ബ്രീത്തിങ് എക്സസൈസോ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ മെഡിറ്റേഷനും ബ്രീത്തിങ് എക്സസൈസിനും വേണ്ടിയിട്ട് മാറ്റിവെക്കുക. നല്ലൊരു ഉറക്കം നിങ്ങൾ ഉറങ്ങുക. 10 മണി തൊട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായി ഇനിയും കാണാം.